ചെറുക്കൻ്റെ കഴുത്തും പിടിച്ച് ഞെരിച്ച് ഓവർ ആക്ഷൻ ഇട്ട് ചളവാക്കാതെ ഇറങ്ങിപ്പോടെ എന്നാണോ മനസ്സിൽ? ഓവർ ആക്ഷൻ അല്ല ഗൈസ്, ഇന്നർ ഹാപ്പിനെസ്. സത്യം. വെൽക്കം ബാക്ക് ടു മിനി വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ യാത്ര തൃശ്ശൂരേക്കാണ് കേട്ടോ. നിക്ക് ഇല്ലത്തെ കുട്ടികൾക്ക് എന്താ കാര്യം എന്നാണോ? നമ്മുടെ അപ്പൂസിന്റെ കല്യാണമാണ് മച്ചന്മാരെ. ആരാ അപ്പൂസ്? അപ്പൂസ് എന്ന് വെച്ചാലുണ്ടല്ല നമ്മുടെ ആഷ്ലി മോളുണ്ടല്ലോ. ആഷ്ലി ആരാ? എൻ്റെ ചങ്ക്. അത് തന്നെ, അവളുടെ ബ്രദറാണ് അപ്പൂസ്. അപ്പോൾ അപ്പൂസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും പ്രകൃതി ആസ്വദിച്ച് നമ്മൾ അങ്ങ് പോയി. തൃശ്ശൂരേക്കൊക്കെ അടുക്കാറായപ്പോഴേക്കും മഴയൊക്കെ നിന്ന് കേട്ടോ. സർപ്രൈസസ് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മളൊരാൾക്ക് സർപ്രൈസ് കൊടുക്കുമ്പോൾ അറ്റ് ദ മൊമെൻറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആ ഒരു ഹാപ്പിനെസ്, അവരുടെ ആ മുഖത്ത് വിരിയുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിനും എന്തെന്നില്ലാത്തൊരു കുളിർമയാണ്. അപ്പോൾ ഞാൻ ആഷ്ലിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്, എടാ എനിക്ക് വരാൻ പറ്റത്തില്ല, കാരണം എനിക്ക് ലീവുണ്ട്, അച്ഛയ്ക്ക് ലീവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല എന്നാണ്. ആളെനിക്ക് മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്, എടാ മിസ് യു, ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ നാളെയെങ്കിലും വരണേ. ഇന്ന് മീൻസ് ജാനുവരി 13 എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 മധുരം വെപ്പും 14 കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 13 തന്നെയാണ് പോയതും. അങ്ങനെ നമ്മൾ അവരുടെ വീടിൻ്റെ അവിടെ എത്തി. ആദ്യമേ ഞെട്ടിച്ചത് ഹരിയേട്ടനെയാണ്. ഹരിയേട്ടൻ ആഷ്ലിയുടെ ഹസ്ബൻഡാണ്. അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കുറേയൊക്കെ വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട്, കാരണം എല്ലാവരെയും കൂടെ കണ്ട ആ ഒരു സന്തോഷം. ഞങ്ങളൊരു ഓൾമോസ്റ്റ് 1 ഇയറോളം ആയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, കാരണം ഞാനും ആഷ്ലിയും തമ്മിൽ അതുപോലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണുള്ളത്. ഞാൻ ദുബായിൽ വെച്ചിട്ടാണ് അവളെ പരിചയപ്പെടുന്നത്. ഷീ ഈസ് ദ ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ജെം ഇൻ മൈ ലൈഫ്. സോറി ഗായ്സ്, ഞാൻ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത റെക്കോർഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പുറകാലെ എൻ്റെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആക്ച്വലി അവിടെ മധുരം വെപ്പായിരുന്നു അപ്പൂസിൻ്റെ. ഞങ്ങൾ കുറേ ഫോട്ടോസ്, ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ, ചിക്കുമോള് വന്നു. അപ്പൂസിനെ അറിയുന്ന കാലം മുതൽ തന്നെ ചിക്കൂസിനെ എനിക്കറിയാം. ബോത്ത് ആർ വെരി ബ്യൂട്ടിഫുൾ കപ്പിൾസ്, മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. അപ്പോൾ രണ്ടുപേരും ഹെൽത്തിയായിട്ട് ഹാപ്പിയായിട്ട് അവസാനം വരെ മരണം വരെ ഒന്നിച്ചു പോട്ടെ. അപ്പൂസും ചിക്കൂസും എനിക്ക് എൻ്റെ സ്വന്തം അനിയനും അനിയത്തിയും പോലെ തന്നെയാണ്. അങ്ങനെ മധുരം വെപ്പൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു പാട്ട് കേട്ടാലോ? ഇത് ആഷ്ലിയുടെ കസിൻ സിസ്റ്ററാണ്. എന്നെ അറിയത്തില്ലെങ്കിലും എനിക്ക് ചേച്ചിനെ നന്നായിട്ട് അറിയാം. ഷീ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സിംഗർ. ആഷ്ലി നല്ല അടിപൊളി സിംഗറാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവളൊരു സൈഡിൽ കൂടെ പാട്ട് തുടങ്ങും. ഞങ്ങൾ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു. വാലെ പിടിച്ച് ഞങ്ങളും അന്താക്ഷരി പോലെ ഇങ്ങനെ വൈബ് അടിച്ചിരിക്കും. അങ്ങനെ അതൊക്കെ ഒരു കാലം. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്കാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.